നമസ്കാരം, ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RRB ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെന്നാണ്, അല്ലെ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2018 ഗ്രൂപ്പ് ഡിയുടെ 16th ഒക്ടോബർ 2018 നടന്ന ഷിഫ്റ്റ് 3 നടന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് ഞാൻ സ്ലൈഡിൽ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ചില കുട്ടികൾ, നമ്മുടെ ക്ലാസ്സുകൾ വ്യൂ ചെയ്യുന്ന ചില കുട്ടികൾ ഇങ്ങനെ കമന്റ് ആയിട്ട് പറയുന്നുണ്ടായി, സാർ നല്ല കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ്, നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ റീസണിൽ നിന്ന് വന്നിട്ടുള്ള പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. അത്തരത്തിൽ നിങ്ങൾ റീസണിങ്ങിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. വളരെ കട്ടി ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ഫിഗർ ബേസ്ഡ്, ഞാൻ ഇന്നത്തെ ക്ലാസ്സിലും കുറച്ച് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നിസാരമായിട്ട് ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ടോപ്പിക് ഓർഡറിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ടോപ്പിക് ഓർഡറിലുള്ള ക്ലാസ്സുകൾ കാണാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് റീസണിങ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഓർഡർലി കാണും. അവിടെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ 2018 ഒക്ടോബർ 16 ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യനിലെ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ സ്പെസിഫിക് ക്വസ്റ്റ്യനിലേക്കാണ് നിങ്ങളുടെ ഫോക്കസിനെ ഞാൻ കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മസ്റ്റ് ആയിട്ടും അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് കാണുക, എല്ലാ ക്വസ്റ്റ്യൻസും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യുക, ഡൗട്ടുകൾ ചോദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിങ്ങളും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? കമ്മിങ് ഔട്ട് ഓഫ് ഹെർ ഹൗസ് അന്യ ക്രോസ്ഡ് എ റോഡ്. On reaching the other side of the road, she took a left turn and walked straight. If she now in west, which direction was she facing before crossing the road? ഇവിടെ വളരെ നിസാരമായ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു കട്ടി ക്വസ്റ്റ്യൻ എന്നൊന്നും പറയാനൊന്നുമില്ല. വളരെ നിസാരമായി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ ഡയറക്ഷൻ അറിയാവുന്നവർക്ക്, ഇനി ആർക്കെങ്കിലും ഡയറക്ഷനെ കുറിച്ച് അറിയില്ല എങ്കിൽ നമ്മുടെ ബേസിക് ക്ലാസ്സിനകത്ത് ഡയറക്ഷൻ ഉണ്ട്, അത് പോയി മസ്റ്റായും കാണുക. VNS, വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്ക്. അന്യ റോഡ് ക്രോസ് ചെയ്തതിന് ശേഷം റീച്ചിങ് ദ അതർ സൈഡ് ഓഫ് ദി റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ പോയി. ഷീ ടുക്ക് എ ലെഫ്റ്റ്, എന്നിട്ട് എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്തു? ടേൺ ചെയ്തു. ആൻഡ് വാക്ക്ഡ് സ്ട്രൈറ്റ്, എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പോയി. ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പോയി. ഇഫ് ഷീ ഈസ് നൗ ഇൻ വെസ്റ്റ്, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞപ്പോ അന്യ എന്താണ്? വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഡയറക്ഷൻ വാസ് ഷീ ഫേസിങ് ബിഫോർ ക്രോസിംഗ് ദ റോഡ്? റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് അന്യ എവിടെയാണ്? അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സെന്റർ പോയിന്റിൽ നിന്ന് അങ്ങ് തുടങ്ങാം. നമുക്ക് ഇവിടെ നിന്ന് പോകുന്നു എന്നിരിക്കട്ടെ. അപ്പൊ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞപ്പോ വെസ്റ്റിലേക്കാണ് എന്ന് പറയുമ്പോൾ അന്യ എവിടോട്ടായിരിക്കണം പോയിരിക്കുന്നത്? ഈ നോർത്തിൽ നിന്നാണ്, അല്ലെ? ഈ പോയിന്റിൽ നിന്നാണ്. അതായത് ഇവിടെ നിന്ന് അന്യ സ്ട്രെയിറ്റ് ആയിട്ട് എവിടോട്ട് പോയി? ഇങ്ങനെ നോർത്തിലേക്ക് പോയി. പോയിട്ട് അവിടെ നിന്നാണ് ഒരു ലെഫ്റ്റ് ടേൺ തിരിഞ്ഞത്. കണ്ടോ? ഒരു ലെഫ്റ്റ് ടേൺ തിരിഞ്ഞു. അങ്ങനെ ലെഫ്റ്റ് ടേൺ തിരിഞ്ഞപ്പോ അന്യ ഫേസ് ചെയ്യുന്നത് എവിടെയാണെന്നാ പറഞ്ഞത്? ഇഫ് ഷീ ഈസ് നൗ ഇൻ വെസ്റ്റ്, വെസ്റ്റ് ഡയറക്ഷൻ, വെസ്റ്റിലേക്കാണ് അന്യ ഫേസ് ചെയ്യുന്നത്. വിച്ച് ഡയറക്ഷൻ വാസ് ഷീ ഫേസിങ് ബിഫോർ ക്രോസിംഗ് ദ റോഡ്? അപ്പൊ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് അന്യ ഇവിടെ ആയിരുന്നല്ലോ, ഇവിടെ നിന്നാണ് റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോയത്. അപ്പൊ ഏത് ഡയറക്ഷനിലാണ് അന്യ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്? നോർത്ത് ഡയറക്ഷൻ അല്ലേ? സോ ദ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു ഈ ക്വസ്റ്റ്യൻ. അത് ക്വസ്റ്റ്യന്റെ സിംപ്ലിസിറ്റി അല്ല നിങ്ങൾ നോക്കേണ്ടത്, ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന രീതി പഠിക്കുക, ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ ഡയറക്ഷൻ ശ്രദ്ധിച്ചിട്ട് പോകണം. ഡയറക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇഫ് ഇൻ എ സർട്ടൺ ലാംഗ്വേജ്. നോക്കൂ, ഇത് കോഡിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കോഡിങ് ശ്രദ്ധിച്ചിട്ട് പോകണം. ട്രീ ഈസ് കോഡഡ് ആസ് USFF. മാംഗോ, മാംഗോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ കോഡ് ചെയ്യാം? ഈ ട്രീയെ മാറ്റിയിരിക്കുന്ന ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. PQRSTU എന്ന് പറഞ്ഞാൽ എന്താ? +1 ഒന്നുകൂടി, RS ഒന്നുകൂടി, EFI ഒന്നിന് ഇൻക്രിമെന്റ് വന്നു, അഗൈൻ EF. അപ്പം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലോജിക്ക് മാത്രമേ ഉള്ളൂ ഇത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം വരേണ്ടത്? M NI, A BI, N OI, G HI, O എന്തായി?
പി ആയി. എന്തിന്റെ വന്നു? +1 വ്യത്യാസം എല്ലായിടത്തും വന്നു. NBOHP എന്ന ഉത്തരം വന്നു. അപ്പോൾ ഇത് നിസാരമാണ് ചെയ്യാൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മുടെ റെയിൽവേ SSC എക്സാമിന് വളരെ പ്രാധാന്യമാണ്. റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമിന് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ നല്ല ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് നമ്മുടെ റീസണിംഗ് പ്ലേലിസ്റ്റിൽ കോഡിംഗ് ഡീകോഡിംഗിൽ ഉണ്ട്. മസ്റ്റായും ആദ്യമായി കാണുന്നവരാണെങ്കിൽ അത് പോയി കാണുക. അത് ആ ലോജിക്ക് അറിയാവുന്നവർ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഡയറക്ഷൻ നിന്നാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻ വന്നു. എന്താണ്? മെഹക് ഗോസ് ഫോർ എ സ്റ്റോൾ ഫ്രം ഹെർ ഹോം. She starts walking facing the sun at 6 a.m. in the morning and walks 1 kilometer straight in a crossroad. She takes a right turn and then walks 1 kilometer. Finally, she takes U-turn and walks 1 kilometer. How far is she from her home? ഞാനത് ഡയറക്ഷൻ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞു, ആദ്യം നമ്മളൊരു റഫ് സ്ട്രക്ചർ അങ്ങ് വരയ്ക്കുന്നു. എന്ത് മനസ്സിലാക്കാൻ? VNS മനസ്സിലാക്കാൻ, വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് സൗത്ത്. എന്നിട്ട് എപ്പോഴും സെൻട്രിൽ നിന്ന് തുടങ്ങിയാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. മെഹക് ഗോസ് ഫ്രം ഹെർ ഹോം. ഷീ സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫേസിംഗ് ദ സൺ അറ്റ് 6 a.m. സൺ റൈസസ് എവിടെ നിന്നാണ്? ഈസ്റ്റ് അല്ലേ? സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലല്ലേ? കിഴക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്നു അല്ലേ? പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നു. ഈസ് ക്ലിയർ? അപ്പോ ഇവിടാണ് എന്ത്? അപ്പം സൂര്യൻ ഉദിക്കുന്ന അവിടെയാണ്. ഷീ സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫേസിംഗ് ദ സൺ അറ്റ് 6 a.m. കണ്ടോ? ഫേസിംഗ് ദ സൺ. അപ്പൊ അയാൾ ഇങ്ങോട്ടല്ലേ പോകേണ്ടത്? മോർണിംഗ്. ആൻഡ് വാക്സ് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ മെഹക് എന്ത് ചെയ്തു? സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു. 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ. Then at a crossroad she takes a right turn. ഈസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ? റൈറ്റ് ടേൺ. എത്ര? 1 കിലോമീറ്റർ. ഫൈനലി ഷീ ടേക്സ് എ U-turn എന്ന് പറഞ്ഞാൽ ഈ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോകുന്നു. U-turn ആൻഡ് വാക്സ് അഗൈൻ 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ തിരിച്ച് ഇവിടെ തന്നെ വന്നു. ഹൗ ഫാർ ഷീ ഫ്രം ഹെർ ഹോം. അപ്പോ ഹോമിൽ നിന്ന് അയാൾ എത്ര ദൂരത്താണ് പിള്ളേരെ? നിങ്ങൾ പറ, എത്ര ദൂരത്താണ് വരുന്നത്? ഓക്കെ, ക്ലിയർ ആണ്. 1 കിലോമീറ്റർ അല്ലേ? കാരണം ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വന്നു, ഇവിടെ നിന്ന് നേരെ തിരിച്ചു ഇവിടെ വന്നു. അപ്പൊ ഇനി ഇത്രയും ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ? ക്ലിയർ ആണ്, ഇത്രയും ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് 1 കിലോമീറ്റർ. തെറ്റൊന്നും വന്നില്ലല്ലോ, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ പറ. സെലക്ട് ദ ലാറ്ററൽ മിറർ ഇമേജ്. മിറർ ഇമേജ് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, REACH ഇതിന്റെ മിറർ ഇമേജ്. മിറർ ഇവിടെയാണെങ്കിൽ ഇമേജ് എന്താണ്? അപ്പൊ മിറർ ഇമേജുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഒരു ഡയഗ്രാം എന്നിരിക്കട്ടെ. ഇവിടെയാണ് ഒരു മിറർ ഇരിക്കുന്നതെങ്കിൽ ഈ ഫിഗർ മിററിൽ കാണുമ്പോൾ ഈ ലെഫ്റ്റിലുള്ള സ്റ്റാർ സിമ്പൽ എവിടേക്ക് പോകും? റൈറ്റിലേക്ക് പോകും. മനസ്സിലായോ? ഇനി ഇതിനകത്ത് സ്റ്റാർ സിമ്പൽ റൈറ്റിലാണെങ്കിൽ മിററിലൂടെ നോക്കുമ്പോൾ ഇവൻ എവിടെ പോകും? ലെഫ്റ്റിലേക്ക് പോകും. മനസ്സിലായോ? അപ്പൊ ലെഫ്റ്റിലുള്ളത് റൈറ്റിലേക്ക് പോകും, റൈറ്റിലുള്ളത് ലെഫ്റ്റിലേക്ക് പോകും. മിറർ ഈ സൈഡിലാണെങ്കിൽ. ഈസ് ക്ലിയർ? അപ്പോ അങ്ങനെയാണെങ്കിൽ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. മിറർ വരുന്നത് ലാറ്ററൽ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. എന്നാൽ വാട്ടർ ഇമേജ് ഡിഫറെന്റ് ആണ്. ഇവിടെയാണ് വരുന്നത് ഡോട്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൗണിലാണ് മിറർ ഇരിക്കുന്നതെങ്കിൽ വാട്ടർ ഇമേജ് ആണെങ്കിൽ ടോപ്പിലുള്ളത് എവിടെ പോകും? ബോട്ടത്തിലേക്ക് പോകും. ക്ലിയർ ആണേ? അപ്പോ ഇതാണ് വാട്ടർ ഇമേജ്. പക്ഷെ നമുക്ക് ഇതല്ല തന്നേക്കുന്നത്, മിറർ ഇമേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ REACHന്റെ മിറർ ഇമേജ് നമുക്ക് ഒന്ന് നോക്കാം കുട്ടികളെ. REACH റീച്ച് എന്ന് പറയുന്ന വേർഡിന്റെ മിറർ ഇമേജ്. മിറർ വരുമ്പോൾ ലെഫ്റ്റിലുള്ളതെല്ലാം റൈറ്റിലേക്ക് പോകും, റൈറ്റിലുള്ളത് ലെഫ്റ്റിലാവും. HC തിരിച്ചിട്ടാലും ഇങ്ങനെ തന്നെ വരൂ, ഇത് തിരിഞ്ഞാൽ ഇങ്ങനെ വരും, 6 ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ മിററിൽ കാണാൻ പോകുന്ന ഇമേജ്. ഇതേതാണ്? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. നോക്കൂ, ഇത് വളരെ സിമ്പിളായി എഴുതാൻ പറ്റുന്ന മറ്റൊരെണ്ണമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആൽഫബറ്റ് സീരീസ് പോലെ തന്നെ
അനലോഗിക്കകത്തൊരു സീരീസ് ടൈപ്പ് ചോദിക്കാറുണ്ട്. അനലോഗിക്കകത്ത് നമ്പർ അനലോഗി ഇവിടെ ഒരെണ്ണം തന്നിരിക്കുന്നു, ഇവിടെ ഒരെണ്ണം തന്നിരിക്കുന്നു. അപ്പോ ഇതിന് സിമിലർ ആയിട്ടുള്ള ഏതാന്ന് കണ്ടുപിടിക്കുക. ഞാൻ പറയുന്നു എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ്. അതായത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 and 16 17 18 19 20 21 22 23 24 and 25 then finally 26. എസിന്റെ അവിടെ എന്ത് വന്നിരിക്കുന്നു? 19 വന്നിരിക്കുന്നു. ടിയുടെ അവിടെ എന്ത് വന്നിരിക്കുന്നു? 20 വന്നിരിക്കുന്നു. അപ്പൊ 19 20 എയുടെ അവിടെ 1 ആറിന്റെ അവിടെ 18 ഈസ് ക്ലിയർ. പ്ലേസ് വാല്യൂസ് അതാത് പൊസിഷനിൽ എഴുതിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ പാർക്കിന് മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പിയുടെ പ്ലേസ് വാല്യൂ 16 ആണ്, എയുടെ പ്ലേസ് വാല്യൂ 1 ആണ്, ആറിന്റെ പ്ലേസ് വാല്യൂ 18 ആണ്, കെയുടെ പ്ലേസ് വാല്യൂ എത്രയാണ്? 11 ആണ്. സോ ഇതാണ് ഉത്തരം വരേണ്ടത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. യാതൊരു സംശയവുമില്ല. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കുട്ടികളെ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കട്ടി ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് വരികയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് വരത്തുള്ളൂ. റീസണിങ്ങിൽ നിന്ന് ഫുൾ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ അക്കാര്യം ട്രസ്റ്റ് ചെയ്യുക, പഠിക്കുക, ആത്മവിശ്വാസത്തോടെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ്? ഐഡന്റിഫൈ ദ വെൻ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് റെപ്രസെന്റ് ദ ഫോളോയിങ് ക്ലാസസ്. എന്താണ്? ഗ്രേപ്സ്, പൈനാപ്പിൾസ്, ഫ്രൂട്ട്സ്. നിങ്ങൾക്കറിയാം ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു വലിയ സെറ്റാണ്, വലിയ ക്ലാസ് ആണ്. അതിനകത്ത് വരുന്ന രണ്ട് എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ? രണ്ടും ഫ്രൂട്ട്സ് ആണ്. പൈനാപ്പിൾ ഇവിടെ വരും, ആരാണ്? ഗ്രേപ്പ് ഇവിടെ വരും. ഇവര് തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. സോ ഈ ഒരു സ്ട്രക്ചർ വരുന്ന ആള് ആരാണ്? സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ചിന്തിച്ചാൽ വെൻ ഡയഗ്രാം നല്ല ശ്രദ്ധിച്ച് ചെയ്യാമെങ്കിൽ ഒരു മാർക്ക്, 1 or 2 വെൻ ഡയഗ്രാമുകൾ കാണാൻ ചാൻസ് ഉണ്ട്. ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണേ? അടുത്തൊരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഓപ്ഷൻ ഫിഗർ ബിയേഴ്സ് ദ ക്ലോസസ്റ്റ് റിസംബ്ലൻസ് ടു ദ ക്വസ്റ്റ്യൻ ഇൻ ദ ഫിഗർ? എടേ നിങ്ങൾ പറ, ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ഫിഗറുമായി ഏറ്റവും സാമ്യമുള്ള ഫിഗർ ഏതാ ഇതിനകത്ത്? ഇതല്ല, ഇതിനകത്ത് ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് അവിടെ നിർത്താം. ഇതും അല്ല. ഇത് രണ്ടിൽ നോക്കുമ്പോൾ ഏറ്റവും ക്ലോസസ്റ്റ് റിസംബ്ലൻസ് ഇതല്ലേ ഇതിനേക്കാളും? സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. തന്നിരിക്കുന്നതിലുമായി ഏറ്റവും ക്ലോസസ്റ്റ് റിസംബ്ലൻസ് ഉള്ള ഫിഗർ ഏത്? ഇതൊക്കെയാണ് റീസണിംഗ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ പിള്ളേരെ. ഞാൻ അതേ പറയുന്നുള്ളൂ. നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക. ഇവിടുന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തോ, ഇതിനകത്ത് സാർ എന്താണ് ഇതിനകത്ത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യേണ്ടത്? എന്റെ ക്വസ്റ്റ്യൻ അതാണ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ചില ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ടോപ്പിക് ഓർഡറിൽ പഠിക്കണമെങ്കിൽ മസ്റ്റ് ആയിട്ടും പ്ലേലിസ്റ്റിൽ പോയി ക്ലാസ്സുകൾ കാണുക. ഒരു ടോപ്പിക്കിൽ നിന്നുള്ള പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. Then which of the following Venn diagram, വീണ്ടും ഒരു Venn diagram, correctly represent the relationship between the following classes? നേരത്തെ വന്നതുമായി ഇതിന് നല്ല സാമ്യമുണ്ട് കേട്ടോ. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആറ്റം. അപ്പൊ അത് കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാം. ആറ്റത്തിന്റെ, ഇതാണ് ആറ്റമെങ്കിൽ ആറ്റത്തിന്റെ രണ്ട് പാർട്ടുകളാണ്, കമ്പോണന്റുകളാണ് ആരെന്ന് പറയുന്നത്? ഒന്ന് ഇലക്ട്രോൺ, മറ്റൊന്ന് പ്രോട്ടോൺ. ഈസ് ക്ലിയർ? ഈ ഒരു റിസംബ്ലൻസിൽ വരുന്ന ഫിഗർ ഏതാണ്? സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓപ്ഷൻ ബി എന്ന് പറയും. കാരണം സി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ആറ്റത്തെയാണ്. അതിന്റെ പാർട്ടുകളാണ് ഒന്ന് എ ഇലക്ട്രോണും മറ്റൊന്ന് ബി പ്രോട്ടോണും. ഈസ് ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് ഫിഗർ ഔട്ട് ഫ്രം ദ ഗിവൺ ഫിഗർ. ഈ തന്നിരിക്കുന്നതിൽ ഓഡ് ഫിഗർ ഏതാന്ന്? അപ്പൊ എല്ലാം നമുക്ക് നോക്കുമ്പോൾ എന്തുവാ, ഇങ്ങനെ കുറച്ച് വരകളൊക്കെ തന്നിരിക്കുന്നു, ഇങ്ങനെ W തന്നിരിക്കുന്നു, M തന്നിരിക്കുന്നു, പിന്നെ ഇങ്ങനെ തന്നിരിക്കുന്നു. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതും ഒക്കെ ഒരു സ്ട്രക്ചറിൽ പോകുന്നതാണ്. ഇവൻ എന്താ തിരിഞ്ഞു വന്നിരിക്കുക. അപ്പൊ ഏതാണ് ഓഡ് വൺ ഔട്ട് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണെന്ന് കൃത്യമായിട്ട് പറയും. ഒരു മാർക്ക് സിമ്പിൾ ആയി സ്കോർ ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കംപ്ലീറ്റ് ദ നമ്പർ ഓഫ് സീരീസ് ബൈ ചൂസിംഗ് ദ കറക്റ്റ് ഓപ്ഷൻ.
8 27 64. മറ്റൊന്നും പറയണ്ട, വീണ്ടും കൊച്ചു ക്വസ്റ്റ്യൻ തന്നെയാ, എളുപ്പമുള്ള ക്വസ്റ്റ്യനാ. എന്താ 8 27 64? ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറ. അടുത്ത എന്താ 125 വരുമെന്നും, അടുത്ത വരേണ്ടത് 216 ആണെന്നും, അടുത്ത വരേണ്ടത് 512 ആണെന്നും കൃത്യമായിട്ട് അറിയാം. കാരണം 1ന്റെ ക്യൂബ്, 2ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്, 4ന്റെ ക്യൂബ്, 5ന്റെ ക്യൂബ്, 6ന്റെ ക്യൂബ്, 7ന്റെ ക്യൂബ്, 8ന്റെ ക്യൂബ്, 9ന്റെ ക്യൂബ്. വേണമെങ്കിൽ ക്യൂബുകളൂടെ ഈ സമയത്ത് പഠിച്ചോളൂ. ഇനി പലപ്പോഴും ചില സമയത്തൊക്കെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്: 0 7 26 63 124 215. അടുത്ത ആരാണ് എന്ന്. അപ്പൊ എന്തുവാ ഇതിങ്ങനെ വന്ന? It is 1 cube minus 1. It is 2 cube minus 1. It is 3 cube minus 1. It is 4 cube minus 1. It is 5 cube minus 1. It is 6 cube minus 1. Definitely next one 342. 3 cube minus 1. ഇനി ഞാൻ ഇങ്ങനെയും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 0, ഓക്കെ, 6 24 60 120. then അടുത്ത ആരാണെന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. 0 is 1 cube minus 1. It is 2 cube minus 2. It is 3 cube minus 3. It is 4 cube minus 4. It is 5 cube minus 5. Definitely next one is 6 cube minus 6. So the answer is 210. കണ്ടോ? അപ്പൊ ക്യൂബുകൾ മാത്രം നേരിട്ടങ്ങ് ചോദിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇവനും ക്യൂബ് തന്നെ. ഇവൻ ക്യൂബ് മൈനസ് 1 ആണ്, ഇവിടെയോ ക്യൂബ് മൈനസ് ദാറ്റ് നമ്പർ ആണ്. അപ്പൊ സ്ക്വയർ ക്യൂബും ഒക്കെ പഠിക്കണോ വേണ്ടയോ? നിങ്ങൾ പറ. പഠിക്കണം, നന്നായി പഠിക്കണം. അപ്പൊ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ സ്ക്വയർ, ക്യൂബ്, മറ്റുപോലെയുള്ള കാര്യങ്ങൾ, പ്രൈം നമ്പേഴ്സ്, ഒരു നമ്പർ സീരീസ് കണ്ടാൽ ഡിഫറൻസുകൾ ആദ്യം ചിന്തിക്കണം. സീരീസിന്റെ ക്ലാസ്സുകൾ പോയി കാണുക. മസ്റ്റായിട്ടും അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ്. 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. 2018 ഒക്ടോബർ 16 ചോദിച്ച ക്വസ്റ്റ്യനകത്തെ 10 ക്വസ്റ്റ്യൻസ് ആണിത്. എത്ര നിസ്സാരമായിരുന്നു ക്വസ്റ്റ്യൻസ്. ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചുമ്മാതെ സമയമുള്ളപ്പോൾ ഒന്ന് ഓടിച്ച് കണ്ടാൽ മതി. ഇത് നിങ്ങളുടെ മൈൻഡിൽ കൂടെ കടന്നു വെക്കോളും. നിങ്ങൾ RRB ഗ്രൂപ്പ് ഡി റീസണിങ് ഫുള്ളായി സ്കോർ ചെയ്തിരിക്കും. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ സ്കോർ ചെയ്തിരിക്കും. നിങ്ങൾ റീസണിങ്ങിന്റെ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകൾ കണ്ടിട്ട് പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ ദിശ അക്കാഡമിയുടെ ക്ലാസ്സിന് താഴെ വന്ന് കമന്റ് ചെയ്യണം. നിങ്ങളോട് വളരെ ഉറപ്പായിട്ട് തന്നെ പറയുന്നു, നിങ്ങൾക്ക് റീസണിങ് ചെയ്യാൻ പറ്റിയിരിക്കും. അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി പഠിച്ചിട്ട് പോവുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.